ഇതൊക്കെ കാണുമ്പോഴാണ് പണ്ട് മൂപ്പന് പറഞ്ഞൊരു കഥ ഓർമ്മ വരുന്നത്. കേരളത്തിലെ ഒരു മുത്തശ്ശിയെ ചെറുമകൻ കടല് കാണിക്കാൻ കൊണ്ടുപോയ കഥ നീ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. ആ എന്നാ കേട്ടോ. വല്യമ്മ ചോറെടുത്ത് വെച്ചില്ലേ? എത്ര നേരമായി പറയണ് എനിക്ക് പോണ്ടേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോറ് തിന്നാതെ പോകും, പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എത്ര കാലായി എന്നോട് ഞാൻ എനിക്ക് കടലൊന്ന് കാണണമെന്ന് പറയുന്നു. കാണ വല്യമ്മ, കടൽ അവിടെ ഉണ്ടാവും, പറ്റിപ്പോവൊന്നുമില്ല. ഒരു ഒഴിവ് കിട്ടണ്ടേ. ഇഞ്ഞ പള്ളിക്കാട്ട് എടുത്തിട്ടേ എനിക്ക് സമയം കിട്ടുള്ളൂ. അന്റെ കുട്ടികളെയും കെട്ടികളെയും എവിടെയൊക്കെ ഇജ്ജ് കൊണ്ടുപോകുന്നുണ്ട്. അതിനൊക്കെ കയ്യിൽ പൈസയുണ്ട്. വയസ്സായ ഈ തള്ളന്റെ വാക്കിന് യാതൊരു വിലയില്ല. നെഞ്ചിരി തർക്കണ വാക്ക് പറയല്ലേ വല്യമ്മ. വല്യമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കടല് കാണണം, അത്രയല്ലേ ഉള്ളൂ. അത് ഇനി നീട്ടി വെക്കണില്ല. ഇപ്പൊ തന്നെ വല്യമ്മാനെ ഞാൻ കടല് കാണിക്കാം. ആ എന്നാ ഞാൻ തുണിയും കുപ്പായം മാറ്റിയിട്ട് വരാം. വേണ്ട വേണ്ട, ഈ തുണികുപ്പായിട്ട് തന്നെ വല്യമ്മാനെ ഞാൻ കടല് കാണിക്കും. വല്യമ്മ അകത്ത് പോയി ഒരു പാത്രം നിറച്ചും വെള്ളം എടുത്തോണ്ട് വരി. ആയിക്കോട്ടെ, അനക്ക് ദാഹിക്കുണ്ടാവൂലേ? അതാണ് പറഞ്ഞാ പോരെ, ഇപ്പൊ കൊണ്ടുവരാം. ആ ഈ കടൽ എന്ന് പറയണത് സമുദ്രം എന്ന് പറയണത് ഒക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ എന്തിനാ ഈ വയസ്സ് കാലത്ത് വല്യമ്മ എങ്ങനെ വാശി പിടിക്കണമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. കടലേ കടലേ. കുടിച്ചോ? ആ വല്യമ്മ നിങ്ങടെ നോക്കി, ഈ പാത്രത്തിൽ എന്താ ഉള്ളത്? വെള്ളം. ആ പാത്രം നിറയെ വെള്ളം അല്ലേ? ഇനി ഈ വെള്ളം ഈ മേശമൽ നിറയെ ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ? ആ വിചാരിച്ചു. ഇനി ഈ വെള്ളം ഈ മുറിയിൽ നിറയെ ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ? ആ അതും വിചാരിച്ചു. ഇനി നമ്മളെ ഈ വീട്ടിലെ അടുക്കളയിലും ബെഡ്റൂമിലും ഡൈനിങ് ഹാളിലും ഒക്കെ വെള്ളം അങ്ങോട്ട് വിചാരിച്ചോ? ആ വിചാരിച്ചു. ദഞ്ഞി പേര് ഇങ്ങോട്ട് പേര് വലിയമേ, നമ്മളെ ഈ കൊലായിലും ഈ വീട്ടിലും ഈ മുറ്റത്തും നിറയെ വെള്ളം അങ്ങോട്ട് വിചാരിച്ചു നോക്കി. അതും വിചാരിച്ച്. ഈ വല്യമ്മനൊന്ന് ഞാൻ പറ്റിച്ച് കൊല്ലും. എന്നാ പേരി ഇങ്ങോട്ട് പേരി വല്യമ്മേ. ഇതാ ഇങ്ങോട്ട് നോക്കി, നമ്മളെ ഈ പറമ്പില് മുഴുവൻ വെള്ളാണെന്ന് അങ്ങോട്ട് വിചാരിച്ച്. ആ ഇനി ഇവിടെ അങ്ങോട്ട് നോക്കിയാ കാണാത്ത അത്ര അകലത്തിൽ വെള്ളം അങ്ങോട്ട് എങ്ങോട്ട് നോക്കിയാലും വെള്ളം, വേറെ ഒന്നുമില്ല. അതൊന്ന് വിചാരിച്ചു നോക്കി. അതും വിചാരിച്ച്. ആ അത് തന്നെയാണ് കടല്. ഇപ്പൊ വല്യമാക്ക് സന്തോഷായില്ലേ? ഔ വല്യമാനോടുള്ള വലിയൊരു ബാധ്യത നിറവേറ്റി. എന്താടാ വല്യമ്മ തിരമാല അങ്ങോട്ട് പോയിണ്ടെങ്കിൽ പിന്നെ ആര് പൊക്കിയെടുക്കാനാ? അങ്ങോട്ട് നോക്കി, തിരമാല 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 തിരമാല. എന്താടാ വല്യമ്മ ഞണ്ട്. വല്യമ്മ കടല് കണ്ടത് മതി, വേഗം പേരി വിശന്നിട്ട് നിൽക്കാൻ പറ്റും എനിക്ക്. തിരമാല വല്യമ്മ. വല്യമ്മങ്ങള് വരുന്നുണ്ടോ? എന്താണ് വല്യമ്മ നോക്കി നിൽക്കുന്നത്? പോയി ചോറെടുത്ത് കൊണ്ടുവരി. ഇതില് ചോറുണ്ട് എന്ന് വിചാരിക്കും, ഇതില് കൂട്ടാനുണ്ട് എന്ന് വിചാരിക്കും, ഇതിൽ ഉപ്പേരി ഉണ്ട് എന്നും വിചാരിക്കും, ആ പാത്രത്തിൽ അച്ചാറുണ്ട് എന്നും വിചാരിക്കും. ഞാൻ തിന്നോ? വല്യമ്മേ എന്തേ? ആ മീൻ കൂട്ട് ഗജ്ജിപ്പ കാണിച്ചത് ആ കടലിലെ മീനാണ്, നല്ല മീനാണ്. എന്തേ? ഇത് രസാണ് കുടിച്ചാൽ. ബെല്ലിമാക്ക് കടല് കാണിച്ചു കൊടുത്തില്ലെങ്കിലേ എല്ലാ ദിവസവും ഈ രസം തന്നെ ആയിരിക്കും. ബെല്ലിമാ തുണി കുപ്പായം മാറ്റിക്കോളി, നമുക്ക് കടല് കാണാൻ പോണ്ടേ? എന്നാലേ ചോറും